കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക ഭൂതലത്തിൽ അന്ധകാരം നീക്ക സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപ്പടർപ്പിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ മനസ്സിന് ശുദ്ധിയെ നീക്കിടുവാൻ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക സ്വർഗീയ രാജാവേ തീ കത്തിക്ക. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ള ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ 2013 ആരംഭഘട്ടത്തില് ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 2012 മാറി 2013 സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷക്കാലമൊക്കെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ആത്മീയവുമായി ഭൗതികമായും ദൈവം നമ്മളെല്ലാം ഉയർത്തുവാനിടയായി. എന്നാൽ ഹല്ലേലൂയ, ഈ 2013 നാം കാലുവെക്കുമ്പോൾ നാം ഹല്ലേലൂയ ആത്മീയരായി പൂർണ്ണമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സർവശക്തനായ ഞങ്ങളുടെ നല്ല സ്വർഗീയ കർത്താവേ, അങ്ങയുടെ നിത്യപ്രകാശത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകർക്ക് പ്രകാശം പരത്തുന്ന വിളക്കുകളായി മാറുവാൻ, ഹല്ലേലൂയ, പ്രകാശങ്ങളായി തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹല്ലേലൂയ ആ വലിയ കൃപയും സമാധാനവും ഈ വചനം കേൾക്കുന്ന ഈ ലോകമെമ്പാടും കർത്താവിന്റെ വചനം ഇന്റർനെറ്റിലൂടെ ശ്രവിക്കുന്ന ദൈവമക്കൾക്ക് ഹല്ലേലൂയ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അല്പസമയ ചിന്തയ്ക്കായി ലൂക്കോസ് ഹല്ലേലൂയ 8-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമുക്ക് അല്പസമയ ചിന്തയ്ക്കായി ഒന്ന് വായിക്കാം. വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തന്റെ മേലത്ര വെക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രശസ്തമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്ന ഒന്നുമില്ല. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഉള്ളവന് കിട്ടും, ഇല്ലാത്തവനോടുകൂടെ എന്ന് തോന്നുന്നതും കൂടെ ഹല്ലേലൂയ എടുത്ത് കളയും. സർവശക്തനായ സ്വർഗീയ നല്ല പിതാവ്, അങ്ങയുടെ നല്ല വചനത്തിനായി അടിയങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ഇന്ന് ഈ പുതിയ അവസരത്തിൽ ഹല്ലേലൂയ പുതുവർഷ പുലരിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വചനം നൽകിയെന്ന് നമുക്ക് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവം ഈ പുതുവർഷ പുലരിയിൽ നിങ്ങളെ ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിലൂടെ മാധ്യമത്തിലൂടെ നാം കേൾക്കുവാൻ കഴിയുന്ന അനേകം ഇരുട്ടിന്റെ അവസ്ഥകൾ, ഹല്ലേലൂയ, അതൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ എങ്ങനെ പ്രകാശിതരായി തീരുവാൻ ഇടയായി തീരും. ദൈവത്തിന്റെ പ്രിയമക്കളെ, ഹല്ലേലൂയ, നാം തണ്ടിന്മേൽ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ പ്രകാശം പോലെ അനേകരെ പ്രകാശിക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വായിച്ച വേദ വാചകത്തിൽ നിന്നും ഹല്ലേലൂയ ഒരല്പം ചിന്തയ്ക്കായിട്ട് എടുക്കാം. ഹല്ലേലൂയ. വിളക്ക് കൊളുത്തിയിട്ട്
ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൻ കീഴ് വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്ര വയ്ക്കുന്നത്. നമ്മളൊരു വിളക്ക് കൊളുത്തിയിട്ട് അതൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് അതിന്റെ പ്രകാശം മറ്റുള്ളവർക്ക് പരത്തുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ അത് തണ്ടിന്മേലാണ് വെക്കുന്നത് എങ്കിൽ ഹല്ലേലൂയ അനേകരെ കാണുവാൻ തക്കവണ്ണം നമ്മളൊരു തണ്ടിന്മേൽ വെക്കുന്നു എങ്കിൽ ആ പ്രകാശം ആ ഭവനത്തിലേക്ക് കടന്നു വരുന്നവർക്കെല്ലാം ഒരു പ്രകാശമായി തീരും. അതേപോലെ ദൈവത്തിന്റെ വചനങ്ങൾ നാം കേൾക്കുകയും ആ പ്രകാശമാകുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, അനേകരെ പ്രകാശിപ്പിക്കുന്നവരായി മാറണം. അതാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത്. നമ്മിലുള്ള വെളിച്ചം മറ്റുള്ളവർക്ക് ഹല്ലേലൂയ പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ വെളിച്ചമുണ്ടായിരിക്കണം. നാം ആദ്യം സ്വയം കത്തിയിട്ട് ആ പ്രകാശം നമുക്ക് മാത്രം കാണുവാൻ തക്കവണ്ണം ഉപയോഗിക്കാതെ അനേകരെ നാം പ്രകാശിപ്പിക്കേണ്ടത് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥമായ ആ വെളിച്ചം. ഹല്ലേലൂയ. നമ്മുടെ അയൽക്കാർ ആശ്വസിക്കുവാനിടയായിത്തീരും നമ്മളിലുള്ള വെളിച്ചം കണ്ട്. നമ്മളിൽ കത്തുന്ന വെളിച്ചം കണ്ട് നമ്മുടെ അയൽക്കാർ ആശ്വസിക്കുവാനിടയായി തീരും. നാം കത്തുന്ന വിളക്കുകളാണ്, അത് എരിഞ്ഞു തന്നെ തീരട്ടെ. ഹല്ലേലൂയ. പ്രകാശത്തിൽ അനേകരെ നാം പ്രകാശിപ്പിക്കുന്നു എങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നാം ഹല്ലേലൂയ എന്നും പ്രകാശമുള്ളവരായി തീരും. ഹല്ലേലൂയ. ചന്ദ്രൻ സൂര്യന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്നത് പോലെ വെളിച്ചമാകുന്ന കർത്താവിനെ നമുക്ക് പ്രതിബിംബിക്കുന്നവരായി തീരാം. ഒരു ദൈവ പൈതലും മലമേലിരിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കേണ്ടതാണ്. വിളക്കിന്റെ പ്രത്യേകത അത് സ്വയം പ്രകാശിപ്പിക്കുകയും അനേകരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുക. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ സ്വയം ഹല്ലേലൂയ കത്തുന്ന വിളക്കുകളായി മാറട്ടെ. ഹല്ലേലൂയ. കാൽവരി ക്രൂശില് ഹല്ലേലൂയ അന്ധകാരത്തിന്റെ പടുകുഴിയിലായിരുന്ന നമ്മെ അവൻ പ്രകാശം പരത്തി നമ്മെ ഹല്ലേലൂയ വിടുതൽ നൽകിയിരിക്കുകയാണ്. ഏദനിൽ നഷ്ടപ്പെട്ട ഹല്ലേലൂയ ഹല്ലേലൂയ നിത്യപ്രകാശം ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരി ക്രൂശിലെ യാഗത്തോട് നമുക്ക് വേണ്ടി അവൻ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏദനില് ഹല്ലേലൂയ അവർ പാപം ചെയ്ത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അവന്റെ പ്ലാനിൽ നിന്ന് അകന്നു പോയപ്പോൾ ഹല്ലേലൂയ ആ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ആ പ്രകാശം അവരിൽ നിന്ന് മാറിപ്പോകുവാനിടയായി. ഓ ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു. ആ നിത്യപ്രകാശം നമുക്ക് ഹല്ലേലൂയ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ തീർച്ചയായ ആ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ ആ വെളിച്ചമാകുന്ന ഹല്ലേലൂയ കർത്താവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ മതി. ഹല്ലേലൂയ നീ പ്രകാശിതനായി തീരാ. അന്ധകാരത്തിന്റെ പടുകുഴിയിലായാലോ ഹല്ലേലൂയ പാപാന്ധകാരത്തിലായാലോ ആ വെളിച്ചമാകുന്ന യേശുവിനെ നീ നോക്കിയാൽ നിന്നിൽ പ്രകാശിക്കുവാനിടയായി തീരാ. കാരണം ദൈവത്തിന്റെ വചനം പറയുകയാണ് ഹല്ലേലൂയ 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 അവൻ ഹല്ലേലൂയ പ്രകാശമായിരുന്നു. സകല മനുഷ്യര് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഈ പ്രകാരം പറയുന്നു, സകല മനുഷ്യരെ പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം ഭൂമിയിലേക്ക് കടന്നു വന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ ഹല്ലേലൂയ അതിന്റെ 5-6 വാക്യം വരെ നമുക്ക് വായിക്കാം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി. ഹല്ലേലൂയ. ഒന്നും അവനെ കൂടാതെയുള്ളവയല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഓ ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഈ 2013 ഹല്ലേലൂയ ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചമായി നാം മാറിയെങ്കിൽ ഹല്ലേലൂയ അത് അത്ഭുതപ്പെടേണ്ടതില്ല. ഹല്ലേലൂയ വെളിച്ചത്തിന്റെ നായകനായ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് ഇരുളിൽ കടക്കുന്നവരെയും ഈ 2013
2013 നമുക്ക് പ്രകാശിപ്പിക്കുന്നവരായി തീരുവാനിടയാകാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. നീ പ്രകാശമാണോ? ഹല്ലേലൂയ. ഇരുള് നിന്നെ പിടിച്ചടക്കുകയില്ല. നീ ദൈവത്തിന്റെ പാതയിലാണോ? നിന്നെ അവൻ പിടിച്ചടക്കുകയില്ല. നീ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശമായി മാറുമ്പോൾ ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്നെ ആത്മാർത്ഥമായി അവന്റെ വേലയ്ക്ക് ഉപയോഗിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവം തന്ന താലന്തുകൾ നഷ്ടപ്പെടാതെ അനേകർ നേടുന്നവരായി മാറുമ്പോൾ ഹല്ലേലൂയ, തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയിൽ നാം വിജയിക്കുന്നവരായി തീരാ. അവന്റെ പദ്ധതിയിൽ നാം അംഗങ്ങളായി മാറുവാനിടയായി തീരാ. ദൈവം തന്ന തലന്ത് ഉപയോഗിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 വ്യക്തികൾ ഹല്ലേലൂയ, 10 ഒരാള് 10 ഹല്ലേലൂയ റാത്തൽ കൊണ്ട് ഹല്ലേലൂയ, ഒരു റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിക്കുവാനിടയായി തീർന്നു. വേറൊരു വ്യക്തി ഹല്ലേലൂയ 5 റാത്തൽ സമ്പാദിക്കുവാനിടയായി തീർന്നു. വേറൊരു വ്യക്തി ഹല്ലേലൂയ, മൂന്നാമത്തെ വ്യക്തിയോ അത് ഹല്ലേലൂയ റുമാലിൽ പൊതിഞ്ഞു കുഴിച്ചിടുവാനിടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ആ കാഠിന്യ മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോകുവാനിടയായി തീർന്നു. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ആ താലന്ത് നമ്മൾ ഉപയോഗിച്ചാല് ഹല്ലേലൂയ, അനേകരെ നമ്മൾ നേടിയാല് തീർച്ചയായും ദൈവത്തിന്റെ പദ്ധതിയെ നാം വിജയിക്കുവാനിടയായി തീരോ. അനേകരെ പ്രകാശിപ്പിക്കുന്ന വിളക്കുകളായി നാം മാറുവാനിടയായി തീരോ. ഹല്ലേലൂയ. എബ്രായർ 12-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നീ നോക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികള് പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ആ വിശ്വാസത്തിന്റെ നായകനെ നീ നോക്കിയാൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാനിടയായി തീരാം. കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയോ ദൈവസിംഹാസന ത്തിന്റെ വലതുഭാഗത്തിരിക്കുവാനുള്ള യോഗ്യത നേടുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ സന്തോഷം നാം ഓർത്താൽ നമ്മളുടെ ജീവിതത്തില് ചെറിയ കഷ്ടങ്ങള്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള് കടന്നു വരുമ്പോ നാം ദൈവത്തെ തള്ളിപ്പറയാതെ ഹല്ലേലൂയ അവനെ സ്തുതിച്ച് ഹല്ലേലൂയ, ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന നീ ആ സന്തോഷം നീ ഓർത്തു കണ്ട ഹല്ലേലൂയ, നിനക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ സന്തോഷം അനുഭവിക്കുവാനിടയായി തീരോ. യേശു ക്രിസ്തു എന്താണ് ചെയ്തത്? എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അപമാനം ഹല്ലേലൂയ അലക്ഷ്യമായി ക്രൂശിനെ അവൻ സഹിച്ചതുകൊണ്ട്, ഓ ക്രൂശിലെ മരണം അവൻ ഏറ്റുവാങ്ങിയത് കൊണ്ട്, ഓ പിതാവിന്റെ ഇഷ്ടം അവൻ ചെയ്തത് കൊണ്ട് ആ വലിയ സന്തോഷം അവൻ അനുഭവിക്കുവാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം പ്രകാശിക്കുന്നവരായി മാറണം. നമ്മുടെ സന്ദേശം എന്താണ്? ഈ ന്യൂ ഇയറിന്റെ സന്ദേശം എന്താണ്? അനേകരെ പ്രകാശിക്കുന്ന വിളക്കുകളായി, ജ്യോതിഷുകളായി നാം തീരണം. ഇരുട്ടിന്റെ കുണ്ടറയിൽ കടക്കുന്ന അനേകരുണ്ട്. അവരെ പ്രകാശിപ്പിക്കുന്ന വിളക്കുകളായി നാം മാറിയെങ്കിൽ ദൈവം തീർച്ചയായും നമ്മെ മാനിക്കുവാനിടയാകും. അന്ധകാരത്തിൽ കടക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ പ്രകാശിപ്പിക്കുവാൻ, വേറൊരു വ്യക്തിയെ പ്രകാശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. കുരുടൻ ഹല്ലേലൂയ കുരുടനെ വഴി കാട്ടിയാൽ എങ്ങനെയിരിക്കും? 2 പേരും കുഴിയിൽ വീഴുവാനിടയായി തീരും. എന്നാൽ ഒരു പ്രകാശമുള്ളവൻ ഒരു കുരുടനെ വഴി കാണിച്ചാൽ അവന് നേർവഴിയിലേക്ക് പോകുവാനിടയായി തീരും. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ ഈ വചനത്താൽ നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ന്യൂ ഇയറിന്റെ സന്ദേശം എന്താണ്? ദൈവം നിങ്ങളെല്ലാവരെയും പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. ആ പ്രകാശം നാം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ പ്രകാശിപ്പിക്കുന്നവരായി മാറിയാൽ തീർച്ചയായും ഹല്ലേലൂയ ദൈവം നമ്മളെ മാനിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചന ഇന്റർനെറ്റിലൂടെ, ഫേസ്ബുക്കിലൂടെ ഈ ലോകമെമ്പാടും കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ മനസ്സുകളെ ഹല്ലേലൂയ പൂർണ്ണമായി ആ സർവശക്തനായ ദൈവത്തിന്റെ ഹല്ലേലൂയ കീഴിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോ അവൻ സമർത്ഥമായി നമ്മെ ഓരോരുത്തരും ഉപയോഗിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അത്യുന്നതന്റെ
ദൈവത്തിന്റെ മറവിൽ വസിക്കുകയും ദൈവത്തിന്റെ തണലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നിനക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. യോശുവയും കലേബും യഹോവയോട് പറ്റിച്ചേർന്നിരുന്നു. അവരെ സകല ബന്ധനക്കെട്ടുകളിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. നീ എന്നോട് പറ്റിച്ചേർന്നിരിപ്പേ, ഞാൻ നിന്റെ സകല പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവ. ഹല്ലേലൂയ. നീ എന്നോട് യാചിക്കും, നീ എന്നോട് ചോദിക്കുക, നിന്നെ ഞാൻ വിടുവിക്കുക. നീ എന്നോട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. നമ്മുടെ ചിന്തകള്, നമ്മുടെ നയനങ്ങള്, ഹല്ലേലൂയ, എല്ലാം നമ്മൾ യഹോവയിലായിരിക്കണം. ഓ, തന്റെ പുത്രനെ നൽകി, ഓ കാൽവരി ക്രൂശിൽ യാഗമായി, ഓ ഹല്ലേലൂയ, തീർന്നപ്പോ നമ്മുടെ സകല ബന്ധനക്കെട്ടുകളാ, ഓ പാപത്തിന്റെ ബന്ധനക്കെട്ടുകൾ അഴിഞ്ഞു മാറുവാനിടയായി. നീ ഏറ്റെടുക്കുന്നു എങ്കിൽ, നീ അത് ഏറ്റെടുക്കുന്നു എങ്കിൽ ആ രക്ഷ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു. ഈ വചനം കേൾക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, അനേകരെ ദൈവ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവർ ഈ 2013 ഓ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഓ ഭക്ഷിക്കുവാനിടയാക്കട്ടെ. പിതാവേ, അങ്ങയുടെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണമേ. പിതാവേ, ഹല്ലേലൂയ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. നിങ്ങൾ ഈ വചനം കേൾക്കുകയും നിങ്ങൾ സ്വയം പ്രകാശിക്കുകയും ചെയ്യണം. ഈ 2013 നിങ്ങൾ അനേകരെ പ്രകാശിപ്പിക്കുന്ന ജ്യോതിഷുകളായി മാറണം. കർത്താവിന്റെ വരവില് ഹല്ലേലൂയ ആ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ നമ്മുടെ ഈ ലോകത്തിലുള്ള ചെറിയ കഷ്ടതകൾ സാരമില്ല. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് നിങ്ങൾ പങ്കാളികളായി തീരുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുകയും അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിലാ നിങ്ങൾ ആർത്തുല്ലസിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. യേശുവിൻ നാമത്തിൽ.